ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അജ്മലാണ് കേട്ടോ. ഞാനിപ്പോൾ ദുബായിൽ കരാമയിലാണ് ഉള്ളത്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടുത്തെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടോ, ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് അത് സിലിക്കൺ ഒയാസിസിലേക്ക് പോകുന്നൊരു ബസ്സാണ്. ഒരു നല്ലൊരു ഏരിയ ഉണ്ടോ ഇത് കാണാനായിട്ട്. നല്ലൊരു അടിപൊളിയും ഒരുപാട് മലയാളീസിനൊക്കെ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. ബസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നൊരു മെയിൻ സംഭവമുണ്ട്. അതാണ് ഇതായി കാണുന്ന ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ദുബായ് ഫ്രെയിം ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വന്ന് ഇത് കണ്ട സ്ഥിതിക്ക് എന്തായാലും ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് ഒന്നാട് പോകാമല്ലേ. ഈ ബസ് സ്റ്റേഷന് പുറകിലായിട്ട് തന്നെ ഇതുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു വെയിൽ കൊള്ളാതെ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ലൊക്കേഷനൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ലൊരു ഏരിയയിലേക്ക് വെയിലൊക്കെ വന്നാൽ നമുക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാനായിട്ട് ചെറിയൊരു മേൽക്കൂര പോലെയൊക്കെ കെട്ടി താഴെ ഒരു സിറ്റിംഗ് പ്ലേസൊക്കെ വെച്ചിട്ടുണ്ട് അവർ. കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇതാ കാണുന്നൊരു പള്ളിയുണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ പള്ളി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ മാർബിളൊക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ളൊരു കസേരയൊക്കെ ഒരു സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തോന്നുന്നൊരു ഏരിയ ആയിട്ട് ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ഏരിയ ശരിക്കും ഇഷ്ടപ്പെട്ടു സംഭവം. ഈ കാണുന്ന പള്ളിയിൽ നിന്ന് ഇപ്പോൾ നിസ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ പള്ളിയും ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടിട്ട് എനിക്ക് നല്ലൊരു രസം തോന്നിട്ടോ. ഇത് ചുറ്റിനും ഈന്തപ്പന മരം, ഒരു ചെറിയ ചെറിയ തൈകൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വുളു എടുക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കുന്ന ഇരിപ്പിടമൊക്കെ ഒരു കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന പോലത്തെ ഒരു ക്രിയേഷനൊക്കെ. നമുക്ക് ഈ കറാമയുടെ ഏരിയകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ ദുബായ് എന്താ പറയുക ദുബായ് ടവറോ ദുബായ് ഗേറ്റ് അങ്ങനെ എന്തല്ലോ പറയാം. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു വന്നിട്ട്, അല്ല ദുബായ് ഫ്രെയിം അല്ലേ അത് തന്നെ. ഇപ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഒരു നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും തിരിച്ചെത്താം കേട്ടോ. ഇതാ കാണുന്നതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇഫ്താറിനുള്ള ചെറിയ അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കുപ്പിയൊക്കെ വെച്ച് പായൊക്കെ വിരിക്കാൻ പോകുന്നുണ്ട്. അതിനുള്ള നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടേക്കണ നല്ലൊരു അടിപൊളി ഏരിയ ഉണ്ട് ഈ പള്ളി. എന്തായാലും അപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. സംഭവം ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയ സംഭവം കേട്ടോ ഈ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ, ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ താഴെ ഒന്ന് പോയി നോക്കാം നമുക്ക് എന്താണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യം. സത്യത്തിൽ ആ ദുബായ് ഫ്രെയിം നിൽക്കുന്നത് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഞാൻ ഇപ്പുറ സൈഡിലുമാണ്. എങ്ങനെ ഈ റോഡ് കടന്ന് അപ്പുറം ചെല്ലുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും വല്ല ഓവർ ബ്രിഡ്ജോ സംഭവമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോകാം അല്ലേ, നോക്കാലേ പോയി. അതേട്ടോ സംഭവം അതൊരു വാക്ക് വേ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനകത്ത് കയറിയിട്ട് നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ ചാരത്തേക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കണ്ട സംഭവം കേട്ടോ. 1 to 10 ദിർഹം ഷോപ്പ്. അതിൻ്റെ പേരെന്താണ്, ഗിഫ്റ്റ് വില്ലേജ് എന്നാണ് കൊടുത്തേക്കണേ. എന്തായാലും തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് കയറി വെക്കട്ടെ. ഗിഫ്റ്റ് വില്ലേജിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും അറിയാലോ. ഇപ്പോൾ ഇതാ വാക്ക്വേയുടെ താഴെയാണുള്ളത് അൽ കറാമ സർവീസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ്. അതിൻ്റെ മുന്നിലായിട്ട് ഇതാ നല്ല അടിപൊളി റോഡ്. നമുക്ക് എന്തായാലും ഈ വാക്ക്വേയുടെ മുകളിൽ കയറിയിട്ട് റോഡൊക്കെ ഒന്ന് ശരിക്കും കാണാം. ഇതങ്ങനെ ഇവിടെയും കണ്ടിട്ടൊരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകത്ത് എവിടെ ചെന്നാലും കാണാവുന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ലുലു. മോനെ ദുബായിലെ റോഡുകൾ. നമുക്ക് എന്തായാലും ഈ വാക്ക്വേ കൂടെ നടന്ന് കയറാം. മുകളിലെത്തിയിട്ട് റോഡുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാ അതിൻ്റെ ചുറ്റിനും ഒരു നടക്കാനുള്ള വാക്ക്വേയും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ആളുകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം.
വാക്ക്വേയുടെ മുകളിൽ നിൽക്കുമ്പോഴേ നമ്മൾ ഈ ദുബായിൽ ചെയ്തു വച്ചിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ആ ഒരു അത്ഭുതങ്ങളൊക്കെ നമുക്കതൊരു വല്ലാത്ത ഫീലിംഗ് ആയിട്ട് തോന്നും കേട്ടോ. സംഭവം കണ്ടതാ, എന്തൊരു ലോകമാണ് ഇവിടെ ഒരു പണിത് വെച്ചേക്കണേ. റോഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ആ ഒരു മനോഹാരിതയും എല്ലാം കണ്ടു. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറഞ്ഞാൽ ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, പുറത്ത് വെക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ദുബായ് പബ്ലിക് പാർക്ക് ഉണ്ട്. കണ്ടോ, ആ കാണുന്നതാണ് ദുബായ് പബ്ലിക് പാർക്ക്. അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കണം. അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുള്ളത് അതൊക്കെ കാണാനും ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോയെന്നറിയില്ല. അതോ വെറുതെ കയറി ഇരുന്ന് പോരാന്നുള്ളതാണോ? ശരിക്കും ഒരു പുൽത്തക്കിടി പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട് സംഭവം. വെറുതെ അവിടെ പോയി ഇരിക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാര്യങ്ങൾ. എന്തായാലും ടിക്കറ്റ് ചാർജ് എത്രയാണെന്നൊക്കെ ഒന്ന് നോക്കണം. വാക്ക്വേ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെതാ ഒരു ചെറിയൊരു ജിംനേഷ്യം പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീ ആവാനാണ് സാധ്യതയുള്ളൂ. കുഴപ്പമില്ലാത്ത തരത്തിലുള്ള നല്ല നല്ല മെഷീനറീസും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അവർ. എന്തായാലും ഞാൻ ഇതിൽ നിന്നിരുന്നൊന്ന് കളിച്ച് നോക്കട്ടെ. എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യണമെന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. എന്തായാലും പാർക്കിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. നമുക്ക് ആദ്യം ദുബായ് ടവർ ഈ ഫ്രെയിമിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കാണാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി വാക്ക്വേനെ ഉണ്ടാക്കിയിട്ടേക്കണേ അവർ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു വരാമെന്ന് തോന്നുന്നുണ്ട്. നമ്മളൊരു ഈവനിങ് വാക്കിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ലേ, ആളുകളൊക്കെ ഓടാനൊക്കെ വരുന്നുണ്ട്. ഇതായി കാണുന്നതാണ് ദുബായ് ഫ്രെയിം. അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു ഗേറ്റും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ അപ്പുറ സൈഡിലേക്ക് ആയിരിക്കും. ഇത് ശരിക്കും ഒരു ജോഗിങ് ട്രാക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോഗിങ് വാക്ക്. ഇതൊക്കെയാണ് ഇതിലെ കൂടെ നടക്കാനുള്ള ലോകൾ. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അവർ പണിഷ് ചെയ്യും നമ്മളെ. ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ നടക്കുമ്പോൾ കാണുന്ന ആളുകളെല്ലാം തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെയാണ് ഈ ദുബായ് ഫ്രെയിം അവരുടെ ആ സീനറിയിൽ പകർത്താനുള്ള പല പല മോഡൽ ഫോട്ടോകളൊക്കെ ഉണ്ടായിരിക്കണം. ഫോൺ പല ലെവലിൽ വെച്ചിട്ട് താഴെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പല പല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീൽസ് ഷൂട്ട് ചെയ്യാനൊക്കെ ആളുകൾ വരുന്നുണ്ട് വിത്ത് ക്യാമറമാനൊക്കെ ആയിട്ട്. സത്യത്തിൽ എന്തായാലും ഒരു സംഭവ ബഹുലമാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ദുബായ് ഫ്രെയിം. അതിൻ്റെ ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. കാണുമ്പോൾ ഒരു ഫ്രെയിമാണെന്ന് തോന്നുമെങ്കിലും ഇതിന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 10-20-25 നിലയുടെ പൊക്കമൊക്കെ ഉണ്ട്. ജോഗിങ്ങിനൊക്കെ വരുന്നവർക്ക് ഇത് അളന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് 900 മീറ്റർ. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ഏതെങ്കിലും മാർക്കുണ്ടാകും. ആ മാർക്കിൽ നിന്ന് ഇവിടെ ഓടിയെത്തുമ്പോൾ 900 മീറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ല കാര്യമാണ്. ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് ജിമ്മിലൊന്നും പോകാതെ അളവൊക്കെ വെച്ചൊരു എക്സസൈസും ജോഗിങ്ങൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ അതാ നമ്മൾ നേടി നടന്ന സംഭവം കൊണ്ട് ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കയറാൻ എത്ര രൂപയാകുമെന്ന് അറിയില്ല. എന്തായാലും എമൗണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഒന്ന് കയറാം, അല്ലെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ കയറാം. ഇതിലിവിടെ വന്നത് മാസാവസാനമാണ്. അതുകൊണ്ട് തന്നെ ചിക്കൽ കയ്യിൽ ഇത്തിരി കുറവാണ്. ശമ്പള ഡേറ്റ് ആകുന്നേ ഉള്ളൂ അടുത്ത മാസത്തെ. അതുകൊണ്ട് തന്നെ വലിയ റേറ്റാണ് വരുന്നതെങ്കിൽ അകത്ത് കയറലിപ്പോൾ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വന്ന് കയറാം. അല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കയറാം. പോയി നോക്കാം അല്ലേ. ദുബായ് ഫ്രെയിം എൻട്രൻസാണ് ഇതായി കാണുന്നത്. ഇതാണിതാ ദുബായ് ഫ്രെയിം, തല ഉയർത്തി നിൽക്കുന്ന ദുബായ് ഫ്രെയിം. അതിൻ്റെ എൻട്രൻസിൽ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതായി കാണുന്നതാണ് ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ
രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം. അഡൾട്ട്സിന് 52, 3 വയസ്സ് പോലെ 12 വയസ്സുള്ള കുട്ടികൾക്ക് 21, 3 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ എന്താ ഫ്രീ ആണ്. അങ്ങനെ എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് അതിനകത്തിട്ട് കയറണമെങ്കിൽ 52 ദിർഹം വേണം. അപ്പോൾ എന്തായാലും അടുത്ത തവണ വന്ന് കയറാം. നിലവിൽ പെട്ടെന്ന് 52 ദിർഹം ഇപ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, കയ്യിൽ തമ്പടി കുറവാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ മെട്രോയിലൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് കയറി നേരെ ഇവിടെ വന്നിറങ്ങാം. അൽവാസിൽ പാർക്ക് എന്നാണ് ആ ബസ്സിൻ്റെ പേര് കാണിച്ചത്, F09. അപ്പോൾ മെട്രോൻ്റെ അവിടെ നിന്ന് കിട്ടും ഈ വണ്ടി. അതിൽ കയറി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിറങ്ങാം നമുക്ക്. ഇപ്പോൾ ദുബായ് ഫ്രെയിമിൽ കയറുന്ന ഒരു ഉദ്യമം അടുത്ത തവണത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ നടന്ന് കണ്ടിട്ട് പോകാം. ഒരു ചുറ്റും കാണുന്ന സീനറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഒരു ദുബായിയുടെ ഒരു ഫീലൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു എക്സിക്യൂട്ടീവ് ഫീൽ. അതിന് മാത്രമല്ല ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ദുബായ് എന്ന് പറഞ്ഞ ഒരു ബുർജ് ഖലീഫ മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ കാണുന്ന പല ബിൽഡിങ്ങുകൾ പല വെറൈറ്റിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓരോ ബിൽഡിങ്ങുകളും ഓരോ രീതിയിലാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി തന്നെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ കണ്ടൊരു ബോർഡ് കണ്ടത്, സബീൽ പാർക്ക് മെട്രോ 1000 മീറ്റർ. ഇവിടുന്ന് അപ്പോൾ മെട്രോയിലേക്ക് അതിൻ്റെ തൂണും പില്ലറും കാര്യങ്ങളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ചുറ്റിക്കറങ്ങി നടന്നൊരു 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ നടക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും വലിയ ദൂരം തോന്നില്ല കേട്ടോ. നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ നടക്കാം, വലിയ ദൂരം തോന്നില്ല. ഇവിടെ നിന്ന് നിന്നാൽ തന്നെ നമുക്ക് ആ മെട്രോയുടെ പില്ലറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സത്യത്തിൽ ഞാൻ മെട്രോയിലാണ് വന്നിറങ്ങി. അവിടുന്ന് പതുക്കെ ചുറ്റി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. റെഗുലറായിട്ട് ഇത് എനിക്ക് തോന്നുന്നു സെൻട്രലൈസ് AC-യുടെ കൂളിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ ആവാനേ വഴിയുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സംഭവത്തിലേക്കുള്ളൊരു എയർ കണ്ടീഷനൊക്കെ വേണമല്ലോ. ഇത് അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ആവാനാണ് വഴി. പാർക്കിൻ്റെ പുറകിലായിട്ടാണ് ഇത് വെച്ചേക്കണേ. ഇതിൽ നമ്മളിത് ഈ പച്ച പുല്ല് പിടിപ്പിക്കുന്നതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ ഇവിടുത്തെ. എനിക്കിത് ഇവിടെ നിന്നിട്ട് ഒരു ഭംഗി തോന്നാനിൽ ഒരു ശരിക്കും പ്രധാന പങ്കുവഹിച്ച സംഭവമുണ്ട് ഇവിടെ ഈ പിടിപ്പിച്ചിരിക്കുന്ന ഈ പച്ച പുല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു മോഡൽ കാര്യങ്ങളെന്നൊക്കെ പറയണത്. ഇതൊക്കെ ഉണ്ടോ? ഇവിടെ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും ഓരോ മോഡലുകളായിരിക്കും. ശരിക്കും നമ്മൾ ദുബായിലിറങ്ങി 2 സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല പല മോഡലുകളുള്ള ബിൽഡിങ്ങാണ്. ശരിക്കും നമ്മൾ ആശ്ചര്യപ്പെട്ട് നിന്ന് പോകട്ടോ. വേറെ ഒരു നാട്ടിലും നമ്മൾ നടന്ന് ഇങ്ങനെ കാണാനുള്ള സാധ്യത കുറവാണ്. കണ്ടോ, പല പല മോഡലുകളിൽ പല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകൾ. ഇത് തന്നെ നമുക്ക് കുറച്ച് നേരം നോക്കി നിൽക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ബുർജ് എന്താണ് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ചുറ്റിനും നമ്മൾ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ ഒരു പൂവിൽ നല്ലൊരു വയലറ്റ് കളറ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയ സംഭവം ഉണ്ടത് ഈ പൂവ്. ഇതിങ്ങനെ ഈ പച്ച പുല്ലിൻ്റെ കൂടെ ഇതിങ്ങനെ നിൽക്കണ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പേരറിയോ? എനിക്കറിയില്ല ഇതിൻ്റെ പേര്. ഇതാ ഈ കാണുന്ന പൂവ് ശരിക്കും എന്താ കാണുന്ന ഈ പച്ച പുല്ല് അതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന് ദുബായ് ഫ്രെയിമിൻ്റെ ഈ ചുറ്റുമതിലിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് ഈ ചെടി. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നല്ലൊരു ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട്. ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കും മെൻസ് വുമൺ ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. കാരണം കംപ്ലീറ്റ് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു ലൊക്കേഷൻ. അങ്ങനെ ഇതിലെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ സബീൽ പാർക്കിൻ്റെ ഗേറ്റ് നമ്പർ 1 ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു നമ്പർ 1 ഗേറ്റ്. അപ്പുറം ഇപ്പുറമായിട്ട് 2-3 ഗേറ്റൊക്കെ ഉണ്ട്. ഇവിടെയും ഇവിടെ കയറാൻ എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാതെ. പാർക്കിനകത്തേക്ക് കയറാൻ വെറും 5 ദിർഹമുള്ളൂ കേട്ടോ. മറ്റേ ഫ്രെയിമിനകത്തേക്ക് കയറാനാണ് റേറ്റ് കൂടുതൽ. ഇപ്പം എന്തായാലും ഇപ്പോൾ സന്ധ്യ ആവാനായി, ബാങ്ക് വിളിക്കാനായി. ഇപ്പം എന്തായാലും പാർക്കിനകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല.
നമുക്ക് അടുത്ത തവണ വരുമ്പോൾ പാർക്കിലും ഫ്രെയിമിലൊക്കെ ആയിട്ട് കയറാം. എന്തായാലും നമുക്കിതിങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്നിട്ട് പള്ളിയിലേക്ക് പോകാം. എന്തായാലും ബാങ്ക് വിളിക്കാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞത് റോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് മെട്രോ പോകുന്നത്. ഇനി ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് വെറും 500 മീറ്റർ ഉള്ളൂ കേട്ടോ. മെട്രോയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ദുബായ് ഫ്രെയിമിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നാമതിൽ അവിടെ നിന്ന് ബസ്സുണ്ട്, നേരെ ഇവിടെ വന്ന് ബസ്സിന് ഇറങ്ങാം, അല്ലെങ്കിൽ നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നടന്ന് നമ്മൾ ആ വാക്ക് വേയുടെ സൈഡിലുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കുറേ ദിനോസറും മറ്റതും മറിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും മെയിൻ റോഡിലേക്ക് ഒരു ഫേസ് ആയതിൻ്റെ പേരിൽ കേട്ടോ, മെയിൻ റോഡിലേക്കുള്ളൊരു ഫേസ് ആയതിൻ്റെ പേരിൽ പാർക്കിന് അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്രിയേഷനൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ആ വാക്ക് വേയിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. പേര് പറഞ്ഞേക്കുന്നത് ദിനോസർ പാർക്ക് എന്നാണ്. അതിനകത്ത് കുറേ ദിനോസറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ എന്തായാലും ഇനി ഇവിടെ കിടന്ന് കറങ്ങാൻ നേരമില്ല, ബാങ്ക് വിളിക്കാൻ സമയമായി. അതാ കാണുന്ന വാക്ക് വേ, നമ്മൾ ഇങ്ങോട്ട് വന്ന വാക്ക് വേണം, അതിൽ കയറി തന്നെ വേണം തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാനായിട്ട്. എന്തായാലും നമുക്ക് ആ പള്ളിയിൽ പോയി നോമ്പ് തുറന്നിട്ട് ബാക്കി ഇവിടെ എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു പോകാം നമുക്ക്. ഓക്കെ. അങ്ങനെ നമ്മൾ നേരത്തെ ആ പള്ളിയുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അവിടെ അവർ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. എന്തൊക്കെയാണ് അവിടുത്തെ നോമ്പ് തുറ സ്പെഷ്യൽസ് എന്നൊക്കെ നോക്കാം കേട്ടോ. നിലവിലിപ്പോൾ ഒരു ലബാനും വെള്ളമാണ് വച്ചേക്കണേ. ബാക്കി ഐറ്റംസൊക്കെ ഇതാ ഇവരവിടുന്ന് വെച്ച് വരുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഉള്ളൊരു ഇഫ്താർ സെറ്റപ്പാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവരവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് കാണുന്നത്. കൂടുതലും മലയാളികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത്. ഇങ്ങോട്ട് കയറാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റപ്പ് ഇവിടെ ഒരുക്കി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയിട്ട് ആ ക്യൂവിൽ നിൽക്കാം. അവിടെ ആൾക്കാർ ക്യൂ ആണ്. നല്ല നെയ്ച്ചോറും അല്ല ബിരിയാണിയൊക്കെയാണ് കൊടുത്തേക്കണേ. ഇവിടെയൊക്കെ സംഭവം വച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ മക്കളെ അത്രയും സീറ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 1 കിലോമീറ്റർ ദൂരത്തോട്ട് ക്യൂ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നീണ്ടു പോകുന്നത് ക്യൂ ആണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നോമ്പുതുറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇരുട്ടി തുടങ്ങി. ഇനി ഒരുപാട് നേരം നിന്ന് സമയം കളയാനുള്ള തിരിച്ച് നമുക്ക് റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ച് മെട്രോ തന്നെ കയറി പോകണം. മെട്രോന്ന് ഇവിടെ ADCP മെട്രോ, ഇവിടെ ADCP മെട്രോന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് നേരെ ഓൺ പാസ് മെട്രോ പോയി ഇറങ്ങാം. അവിടുന്ന് നേരെ റൂമിനടുത്തേക്ക് ബസ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പുതിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകുന്ന വീഡിയോ അടുത്തടുത്തായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ വിത്ത് മീ. സൈനിങ് ഓഫ്. അജ്മൽ സ്റ്റോറി ബുക്ക്. ബൈ.